ഹലോ അമ്മായി, എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ അവിടെ? എടി പെണ്ണെ, നീ പറഞ്ഞത് കറക്റ്റാ. ആ ചെറുക്കൻ ഇവിടെ വന്നിരുന്നു, രാജീവേ. രാജീവോ? അല്ല, അമ്മായി ആരുടെ കാര്യമായി പറയുന്നത്? എടി, ആ അഞ്ജലിയുടെ കള്ളമാപ്പിള ഇല്ലേ രാജീവ്? ആ കറുത്ത ജീപ്പിൽ വരുന്ന വെളുത്ത പയ്യനുണ്ടല്ലോ, അവൻ തന്നെ. അവൻ ഇവിടെ വന്നിരുന്നു. ഓ, അപ്പൊ ആശാൻ കള്ളപ്പേരിലാണ് അഞ്ജലിയുടെ പ്രേമം പിടിച്ച് പറ്റിയിരിക്കുന്നത്. രാഘവനുണ്ണിയുടെ മകനാണെന്ന് അറിയാതിരിക്കാനുള്ള സൂത്രപ്പണിയായിരിക്കും. എടി പെണ്ണെ, നീ കേൾക്കുന്നുണ്ടോ? അമ്മായി, അമ്മായി പറ. നീ നേരത്തെ ചോദിച്ചില്ലേ ഇവിടെ അഞ്ജലിയുടെ രക്ഷകന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? അതാ ഞാൻ പറഞ്ഞേ, അവളെ രക്ഷിക്കാൻ ആ ചെറുക്കൻ വന്നിരുന്നു. രക്ഷിക്കാനോ എന്ന് പറഞ്ഞ അവൻ വന്ന പാടെ കുറെ കഥയൊക്കെ പറഞ്ഞ് പ്രശ്നം അങ്ങ് സോൾവ് ആക്കി തടി ഊരാൻ നോക്കി. ശ്യാമള ആരാ മോള്? ശ്യാമള രണ്ടാട്ടങ്ങ് വെച്ചു കൊടുത്തു. ഒടുക്കന്തേ അവൻ അവളെയും വിളിച്ചോണ്ട് സ്ഥലം വിട്ടു. പോയ വഴിക്ക് ഒരു പുല്ല് പോലും കിളിക്കൂലെന്ന് ഉറപ്പാ. ആണോ? അത് കൊള്ളാലോ. ആട്ടെ, അവൻ എന്ത് കഥയാ അവിടെ വന്ന് പറഞ്ഞത്? അമ്മായി അതൊന്ന് പറ. അതല്ലേ ബഹുരസം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടി പിടി കലിപ്പ് സീനിലായിരുന്നു അവരുടെ കല്യാണം. കേക്കാൻ നല്ല രസ. അപ്പൊ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ് വശം അല്ലേ? അതെന്നെ. ഏതായാലും നീ ഉദ്ദേശിച്ചതുപോലെ അഞ്ജലി പടിക്ക് പുറത്തായി. ഇനി നിനക്ക് നിന്റെ അച്ഛന്റെ മുന്നിൽ ഞെളിഞ്ഞു വന്ന് നിന്ന് 2 ഡയലോഗ് അടിക്കാം. അത് ഇന്നിരിക്കൊന്ന് കേക്കണം. സത്യം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. അമ്മായി, ഈ അഞ്ജലിയും വിളിച്ചോണ്ട് അവളുടെ ഭർത്താവ് പോയെന്ന് അമ്മായി പറഞ്ഞു. എങ്ങോട്ടാ പോയതെന്ന് വല്ല വിവരമുണ്ടോ? അതൊന്നും ആർക്കും അറിയില്ല.